ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നിങ്ങൾ തമ്പനിയിൽ കണ്ട പോലെ തന്നെ KL ബ്രോയുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ തന്നെയാണ്. അദ്ദേഹം എന്നുമായി സംസാരിച്ച കാര്യം ഞാൻ ഇതിലൂടെ ഷെയർ ചെയ്യുന്നതായിരിക്കും. ഓരോ യൂട്യൂബർ മനസ്സിലാക്കേണ്ടതും അറിയേണ്ടതുമായിട്ടുള്ള കാര്യമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അതായത് ഒരു അഹങ്കാരവുമില്ലാതെ ഒരു ഭയങ്കര ലാളിത്യമായി ആ ഒരു ഫാമിലി വ്ളോഗ് അവരുടേതായിട്ടുള്ള ഇൻഡിവിജ്വൽ കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന ഇൻഡിവിജ്വൽ യൂട്യൂബ് ചാനലാണ്. അതാണ് ഇപ്പോൾ 50 മില്യൺ സബ്സ്ക്രൈബ്സ് കടന്നിരിക്കുന്നത്, 5 കോടി സബ്സ്ക്രൈബർ. അപ്പോൾ അതിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പ്ലേ ബട്ടൺ അടക്കം കിട്ടിയിട്ടുണ്ട് അദ്ദേഹത്തിന്. റൂബി പ്ലേ ബട്ടൺ ഒരു റെഡ് കളറുള്ള ഞാൻ ഇവിടെ കാണിക്കുന്നുണ്ട്, അതാണ് മുമ്പൊക്കെ കൊടുത്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ പ്രത്യേക ഒരു ബ്ലൂ കളറിൽ ഒരു ഗ്ലാസിൻ്റെ ആയിട്ടുള്ള പ്ലേ ബട്ടനാണ് നമ്മുടെ KL ബ്രോയ്ക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം അതുമായി ബന്ധപ്പെട്ട് ഞാൻ കൺഗ്രാജ് പറയുന്നുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം എന്നോട് കുറച്ച് കാര്യം നമ്മുടെ ഫാമിലിയുമായിട്ട് ഷെയർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. യൂട്യൂബിൽ സക്സസ് ആകണം എന്നുള്ളത് ഓരോരുത്തരുടെയും ആഗ്രഹമാണ്. അപ്പോൾ സക്സസ് ആകുക എന്നുള്ളത് നമ്മൾ മുമ്പിൽ കാണുന്ന ആളുകളെ പ്രതിനിധീകരിച്ചുകൊണ്ടാണ് നമ്മൾ കൂടുതൽ കാര്യങ്ങൾ വർക്ക് ചെയ്യുക. അവർ ഇങ്ങനെയായി, അപ്പോൾ നമ്മളെ കൊണ്ട് സാധിക്കുമെന്നുള്ളത് തീർച്ചയായിട്ടും നമ്മളെ കൊണ്ട് സാധിക്കും. അത് തന്നെയാണ് KL ബ്രോയും ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹവുമായി മീറ്റ് ചെയ്യാൻ ഒരുപാട് അവസരം ഉണ്ടായിട്ടും എനിക്ക് മീറ്റ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. അത് ഇനിയും വരും ദിവസങ്ങളിൽ തീർച്ചയായിട്ടും അതിനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി തരട്ടെ ദൈവം തമ്പുരെ, പടച്ച തമ്പുരാൻ എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ പറയുന്നത്, അതായത് അദ്ദേഹം ഡൽഹിയിൽ പോയി ആ ഒരു പ്ലേ ബട്ടൺ വാങ്ങി യൂട്യൂബിൻ്റെ CEO ആരാണ്, നീൽ മോഹൻ എന്ന സാറിൻ്റെ കയ്യിൽ നിന്ന് തന്നെ ഡയറക്റ്റ് വാങ്ങുകയും അദ്ദേഹത്തോട് മലയാളത്തിൽ സംസാരിച്ച ആദ്യത്തെ വ്യക്തി, എൻ്റെ ഒരു അഭിപ്രായത്തിൽ, അതായത് ഞാൻ അറിഞ്ഞിട്ടുള്ള ഒരു കാര്യമായി വെച്ച് പറയണേ, മലയാളത്തിൽ സംസാരിച്ചിട്ടുള്ള ആദ്യത്തെ ഒരു വ്യക്തിയായിരിക്കാം നമ്മുടെ KL ബ്രോ. ഓക്കെ, ബിജു ഋത്വിക്. ഓക്കെ, അപ്പോൾ ഇദ്ദേഹം മലയാളത്തിൽ സംസാരിച്ചു, അത് തർജ്ജമ ചെയ്ത് വേറെ ആളുകൾ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, എന്നിരുന്നാലും മലയാളത്തിൽ അദ്ദേഹം സിയോട് സംസാരിച്ചു, യൂട്യൂബിൻ്റെ സിയോടാണ് സംസാരിക്കുന്നത് എന്നുള്ളത് എല്ലാവരും ഒന്ന് അറിയണം. അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ചാൽ അത് നമ്മളെ മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഒരു ക്രെഡിറ്റാണ്. ഓക്കെ, ഒരു ക്രെഡിറ്റാണ്. അതാണ് നമുക്ക് KL ബ്രോ കൊണ്ടുവന്നിരിക്കുന്നത്. യൂട്യൂബ് കണ്ടൻറ്റ് ക്രിയേറ്റേഴ്സിൻ്റെ ഇടയിൽ നമ്മുടെ ഫാമിലി അംഗം തന്നെയാണ്. എന്തൊരു ഡൗട്ട് വന്നാലും എൻ്റെ അടുത്തും ചോദിക്കാറുണ്ട്, അതുപോലെ കണ്ടൻറ്റ് ക്രിയേറ്റേഴ്സായിട്ടുള്ളവരോടും ചോദിക്കാറുണ്ട്. ഓക്കെ, അത് നമ്മളോടുള്ള അടുപ്പമാണ്. 25,000 സബ്സ്ക്രൈബ് ഉള്ള എൻ്റെ ആ ഒരു സബ്സ്ക്രൈബുള്ള ടൈമിലാണ് ഇദ്ദേഹം ചാനൽ തുടങ്ങുന്നത്. അവിടെ നിങ്ങോട്ട് വെച്ച് പിടിച്ച് 1 മില്യൺ സബ്സ്ക്രൈബ്സ് ആയിട്ടാണ് ഇദ്ദേഹം എന്നോടായി ഡീപ്പായിട്ട് കോൺടാക്ട് ചെയ്യുന്നത്. അതല്ല ഇദ്ദേഹം പറയുന്നുണ്ട്, ഡീറ്റെയിലായി കേൾപ്പിച്ച് തരാം. ആദ്യം ഇദ്ദേഹം പറയുന്ന വാക്കുകളിലോട്ട് പോകാം. നമ്മളെ യൂട്യൂബ് കുടുംബം 50 മില്യൺ കഴിഞ്ഞേരം യൂട്യൂബ് നമുക്ക് ഒരു അവാർഡായിട്ട് പ്ലേ ബട്ടൺ 100K വരുമ്പോൾ, അതുപോലെ മില്യനായ സമയത്തും 10 മില്യനായ സമയത്തും കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇത് 50 മില്യനായ സമയത്ത് യൂട്യൂബിന്റെ മാനേജറിന്റെ ടീമിന്റെ ഭാഗത്ത് തന്നെ വിളിച്ചു. ഡൽഹിയിൽ വെച്ചിട്ട് വലിയൊരു പരിപാടി നടക്കുന്നുണ്ടായിരുന്നു, യൂട്യൂബ് സമിറ്റ് എന്നിട്ടുള്ളൊരു പരിപാടി. ആ പരിപാടിനിടയിൽ യൂട്യൂബിന്റെ CEO, അവർ യൂട്യൂബിന്റെ നല്ലതായിട്ടുള്ള അവർ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഞാൻ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമീർ ഖാൻ, ഒരുപാട് പേര് ഇതിന്റെ യൂട്യൂബിന്റെ ഭാഗമായിട്ടുള്ള അവർ ഈ സിനിമ താരങ്ങൾ എല്ലാവരും വലിയ പങ്കെടുത്ത പരിപാടിയായിരുന്നു. ആ പരിപാടി എടുക്ക വെച്ചിട്ട് CEO നമുക്ക് നമ്മൾ ഇന്ത്യയിൽ ആദ്യമായിട്ട് അവരൊരു പ്ലേ ബട്ടൺ തന്നു. ചാനൽ തുടങ്ങുന്ന സമയത്ത് നമുക്ക് ഇങ്ങനത്തെ ഒന്നും നമുക്ക് അറിയില്ലേനു. അങ്ങനെ നമ്മൾ തുടങ്ങി, നിങ്ങളെല്ലാവരും കൂടി നമ്മളെ കുടുംബത്തിലേക്ക് വന്നു. കുടുംബം ഓരോ തവണ വലുതാകുമ്പോൾ ഓരോ അവാർഡുകൾ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരുന്നു. ഇതൊന്നും നമ്മളതായിട്ട് ഉള്ളതല്ല, നമ്മളെല്ലാവരും കൂടി ഉള്ളൊരു കുടുംബമായത്. ഓക്കെ, അപ്പോൾ ഞാൻ ഇനി ഇതിലൂടെ പറയാൻ പോകുന്നത് 100 മില്യനായി അദ്ദേഹത്തിന് 100 മില്യനായി കിട്ടുന്ന പ്ലേ ബട്ടൺ എന്താണെന്ന് അറിയോ? റെഡ് ഡയമണ്ട് ബട്ടനാണ്, റെഡ് കളറിൽ. ഇപ്പോൾ 100 മില്യൺ ആയി കഴിഞ്ഞാൽ ഡയമണ്ട് ബട്ടൺ കിട്ടുന്നത് റെഡ് കളറിലുള്ളതായിരിക്കും. ഓക്കെ, ഇതുവരെ അതാണ്. ഇനി മാറ്റങ്ങൾ വരുമോ എന്നുള്ളത് അറിയില്ല, കാരണം യൂട്യൂബിൻ്റെ അൽഗോരിതം ആയിക്കോട്ടെ, യൂട്യൂബിലുള്ള ഓരോ കാര്യങ്ങളായിക്കോട്ടെ, മാറ്റങ്ങൾ വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇദ്ദേഹത്തിന് എത്രയും പെട്ടെന്ന് 100 മില്യൺ സബ്സ്ക്രൈബ്സും കൂടി ആവട്ടെ എന്നുള്ളത് അഭിനന്ദിക്കുന്നു. ഇനി ഇദ്ദേഹം പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. ഓക്കെ, എന്താ വെച്ചാൽ നമ്മുടെ ഫാമിലിക്ക് ഒരു മോട്ടിവേഷൻ ആവാൻ വേണ്ടിയിട്ടാണ്. തീർച്ചയായിട്ടും ഇദ്ദേഹത്തിൻ്റെ വിജയബാധ എന്ന് പറയുന്നത് നമ്മളെല്ലാവരും കണ്ടത് തന്നെയാണ്. വളരെ ലാളിത്യമായി, വളരെയധികം ഒരു തലക്കനമോ ഒരു അഹങ്കാരമോ അഹന്തിയോ ഇല്ലാത്ത ഒരു മനുഷ്യനാണ്. അത് എനിക്ക് നന്നായി ഡീറ്റെയിൽ ആയിട്ട് അറിയാം. കാരണം എന്ത് കാര്യം ഉണ്ടെങ്കിലും ഇന്നാൾ ഇൻ്റർവ്യൂവിന് വന്നൊക്കെ ഞാൻ ഒന്നും പറഞ്ഞില്ല, അവർക്ക് ഇൻ്റർവ്യൂ കൊടുത്തു. ഇത്രയും വലിയൊരാളായിട്ടടക്കം, ഇത്രയും വലിയ സബ്സ്ക്രൈബേഴ്സിൻ്റെ ഒരു ഉടമയായിട്ടടക്കം അദ്ദേഹം ഒരാളെയും പറ്റില്ല എന്ന് മുഖം കറുപ്പിച്ചുകൊണ്ട് സംസാരിക്കാത്ത ഒരു വ്യക്തിയാണ്. അതെനിക്ക് നന്നായി മനസ്സിലാവുന്നതുകൊണ്ട് തന്നെ ഞാൻ ഇദ്ദേഹത്തിനോടുള്ള ആ ഒരു പരിചയം വെച്ചിട്ട് പറയുകയാണ്. എനിക്ക് നന്നായി ഡീപ്പിലി അറിയാം, കുറേ വർഷങ്ങളായി ഇദ്ദേഹം നമ്മൾ തമ്മിലുള്ള ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാനിത് പറയുന്നത്. അപ്പോൾ ഇദ്ദേഹം നമ്മളോട് ഉള്ള ആ ഒരു അപ്രോച്ചിൽ സംസാരിച്ചിട്ടുള്ള ആ ഒരു ഞാനിവിടെ കാണിക്കുന്നുണ്ട്. 50 മില്യൺ സബ്സ്ക്രൈബ്സ് ആയിട്ട് കൺഗ്രാജുലേഷൻ പറഞ്ഞു. അപ്പോൾ താങ്ക് യു. അപ്പോൾ അന്നേരം അദ്ദേഹത്തിന് വോയിസ് പറയാൻ പറ്റാണ്ട് അതിൻ്റെ ഒരു ദിവസം കഴിഞ്ഞിട്ടാണ് പറഞ്ഞു തന്നത്. ഷമീർക്ക, ഞാൻ ഇന്നലെ
ചെറിയ തിരക്കിലായിപ്പോയി. അത് ഞാൻ എനിക്ക് മെസ്സേജ് ചെയ്യേണ്ട പാടൊരു ഹാർട്ട് മാത്രം ഇട്ടിട്ട് ഞാനത് നിർത്തിയത്. ഒരുപാട് സന്തോഷിക്ക നിങ്ങളെ മെസ്സേജ് എനിക്കിങ്ങനെ എന്താ പറയുക, സന്തോഷത്തിൽ നിൽക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾ എനിക്ക് മെസ്സേജ് അയച്ചതിൽ എനിക്ക് ഭയങ്കര സന്തോഷം. ഞാൻ എന്തായാലും എല്ലാവരും കിട്ടിയിട്ട് ഞാൻ എനിക്കത് വിളിക്കലുണ്ട്. ഇപ്പോൾ എൻ്റെ നേരെ മുന്നേ ഫസ്റ്റ് ഇങ്ങോട്ടേക്ക് മെസ്സേജ് അയച്ചു. പിന്നെ എന്താ പറയുക, എല്ലാം നമ്മളിത് തുടങ്ങിയത് മുതൽ നമ്മളതിൽ മറക്കാണ്ട് പറയേണ്ട ഒരു പേര് ഇക്കാൻ്റെ പേര് കൂടിയാണ്. അപ്പോൾ ഷമീർക്ക എൻ്റെ ഓരോ കാര്യങ്ങളും നമ്മൾ കണ്ടു, അത് തന്നെ ഫോളോ ചെയ്തു, നമ്മൾ ഇതുവരെ എത്താൻ പറ്റി. സന്തോഷം. ഞാൻ അങ്ങോട്ട് ഇനി കടപ്പെട്ടിരിക്കുന്നത് ഞാൻ പറയാനുള്ളൊക്കെയോട് ഞാനൊരു ഏകദിനാണ്, എന്താ പറയുക, ഗുരു അറിയാണ്ട് എനിക്കൊന്ന് ഞാൻ മില്ലിനെത്തുന്ന സമയത്ത് എങ്ങനെയാണ് എന്നോട് പറഞ്ഞു. ഞാനിത് എനിക്ക് ഇങ്ങനെ കോണ്ടാക്ട് ചെയ്യാൻ നേരം ഒരു ഇതുണ്ടായിട്ടില്ല. ഒന്നാമത് എനിക്ക് ഞാൻ നമ്പർ വെക്കാൻ ഉണ്ടായിട്ടില്ല. പിന്നെ ഞാനത് നമ്പറൊക്കെ തപ്പി പിടിച്ച് ആ സമയത്ത് മെസ്സേജ് അയച്ച് പറഞ്ഞ് ഇപ്പൊ എനിക്ക് ഇത് ഈ സമയത്ത് ഇങ്ങോട്ടേക്ക് എനിക്ക് മെസ്സേജ് അയച്ചപ്പോ എനിക്ക് ഭയങ്കര സന്തോഷം. അപ്പൊ അങ്ങനെ ആ ബ്ലൂ അല്ല റൂബി എന്നൊക്കെ അതിന്റെ പേര് എനിക്ക് ശരിക്കും പേരറിയില്ല കേട്ടോ. അതിന്റെ എന്നാന്ന് എനിക്ക് അവരെടുത്ത് അവര് സൊസൈറ്റി അവാർഡൊന്നുണ്ടല്ലോ തരുന്നേ. പിന്നെ അവര് ഫുൾ ഇംഗ്ലീഷിലാണ് പറഞ്ഞത്. അതുകൊണ്ട് എനിക്ക് എന്താണെന്നൊന്നും എനിക്ക് അത്ര അറിയില്ലല്ലോ. പിന്നെ യൂട്യൂബിന്റെ CEO നേരിട്ടിട്ടാണ് തന്നത്. അത് വലിയൊരു സന്തോഷം. എന്നാൽ നമ്മളെ ഇതിന്റെ മുകളിലുള്ള ഒപ്പിന്റെ അവര് നമുക്കത് നേരിട്ട് തരുക പറയുമ്പോ ഭയങ്കര സന്തോഷം. എനിക്കറിയില്ലേനു 50 മില്യൺ ഇങ്ങനെ സാധനം ഉണ്ട് എന്ന് അറിയില്ലേനു. ഞാൻ കരുതി 100 കരുതിയത്. ചാനൽ തുടങ്ങുന്ന സമയത്ത് എനിക്ക് ഈ പ്ലേ ബട്ടനെ പറ്റി അറിയുണ്ടായില്ല. പിന്നെ അത് അറിഞ്ഞപ്പോൾ ഇങ്ങനൊരു പ്ലേ ബട്ടൺ നമുക്ക് അറിയുണ്ടായില്ല. ഇതങ്ങനെ കിട്ടൂല എന്നാണ് എനിക്ക് അറിയായിരിക്കും. അത് അങ്ങനെ കിട്ടൂല എന്നാണ്. ഇനി ആ ചാനൽ നോക്കിയിട്ട് ഇങ്ങനെയുള്ള കുറെ ഇതാക്കിയാലേ കിട്ടും എന്നെല്ലാം പറഞ്ഞു. അപ്പം എനിക്ക് അറിയില്ലായിരുന്നു. പെട്ടെന്ന് ഒരു ബ്രോനുണ്ട് എന്തായാലും ചാനലിൽ അവർ ക്രൈറ്റീരിയ എല്ലാം ഓക്കെ പറഞ്ഞു, അത് തന്നു. ഒരുപാട് സന്തോഷം. എന്താ പറയാ, ഈ സമയത്ത് ഇക്കാൻ്റെ മെസ്സേജ് വന്നൊരു സന്തോഷം. ചാനലിലെ ഓരോരുത്തരോടും പറയണം, നമുക്കൊരു സ്വപ്നം ഉണ്ടെങ്കിൽ അതിന് പുറകെ പോകാനുള്ള ആത്മാർത്ഥമായിട്ടുള്ള ആഗ്രഹവും അത് നേടിയെടുക്കാനുള്ള എന്താ പറയാ കഠിനാധ്വാനം ചെയ്യാനുള്ള മനസ്സുണ്ടെങ്കിൽ നമുക്ക് ഏത് സ്ഥലത്ത് വരെയും നമുക്ക് എത്ര സാധാരണ ആൾക്കാരായാലും നമുക്കൊരു ഗോഡ് ഫാദറോ അല്ലെങ്കിൽ നമുക്കൊരു പുറകുന്ന ഒരാൾ, നമുക്ക് കുറേ പേര് എന്താ പറയുക, നമ്മളൊരാളെ കണ്ടുപിടിച്ചിട്ടോ അല്ലെങ്കിൽ നമുക്കൊരു അങ്ങനെയൊന്നും ഇല്ലെങ്കിലും നമ്മൾ സാധാരണ ജനങ്ങളെ സപ്പോർട്ട് കൊണ്ട് നമുക്ക് നമ്മളെ എന്താ പറയുക ഓരോ കുടുംബങ്ങളെ നമ്മളെപ്പോലത്തെ വരെ സപ്പോർട്ട് കൊണ്ട് നമുക്ക് ഇതുവരെ എത്താൻ പറ്റുന്നില്ലത് എന്തായാലും എൻ്റെ ചാനലിലുള്ള ഓരോരുത്തരോടും പറയണം. നമ്മൾ എന്താ പറയുക, നമ്മൾ സ്വപ്നങ്ങളെ പുറകെ പോകണം. അതിനുവേണ്ടി ഭയങ്കര കഠിനമായിട്ടുള്ള ഇത് വേണ്ടി വരും. അതുപോലെ തന്നെ നമുക്ക് ഞാൻ എന്തായാലും കുറച്ച് സ്പീഡ് കൂട്ടുന്നുണ്ട് കേട്ടോ, പെട്ടെന്ന് നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി. ചിലപ്പോൾ കുറേ തടസ്സങ്ങൾ വരും, കുറേ അവഗണനകൾ വരും. നമ്മളെന്താണ് എന്താ പറയുക, നമുക്ക് കുറേ കമൻറ്റുകളായാലും നമ്മളെ പലതരത്തിലുള്ള ഇത് നമുക്ക് വരും. അവസാനമായിരിക്കും നമ്മളെ വിജയം. എന്താ പറയുക, അതിനുവേണ്ടി നമ്മൾ പല സ്ഥലത്തും നമുക്ക് തോറ്റുപോയി നമ്മളെ കൊണ്ടാവൂല, നമുക്ക് എത്തൂല എന്ന് തോന്നിക്കൊണ്ടേയിരിക്കും. ഞാൻ എൻ്റെ 386 വീഡിയോകൾ ചെയ്യുന്നവരെ എനിക്ക് വീഡിയോകളിൽ വ്യൂസ് ഒന്നും കിട്ടിയിട്ടുണ്ടായിട്ടില്ല. അപ്പം ഞാൻ ആ സമയത്ത് ഇങ്ങനെ എൻ്റെ വീട്ടിൽ നിന്ന് നമുക്ക് ആരും കാണുന്നില്ലോ, 250 ആൾ മാത്രം, 500 ആൾ ഉണ്ടായിട്ടില്ല വ്യൂസ്. എനിക്ക് ആ സമയത്തൊന്നും ലാസ്റ്റ് തൊട്ടുള്ള വീഡിയോക്കെല്ലാം 200, 300 വ്യൂസ്, ഏകദേശം 15 ഫോളോവേഴ്സ് ഉണ്ടായിട്ടും അത്ര വ്യൂസ് ഉണ്ടായിട്ടുള്ളൂ. അപ്പം ഞാനിങ്ങനെ പറയുന്നുണ്ടായി, ഞങ്ങൾക്ക് ഇത് നിർത്തണ്ട, ഒന്നും ഒരു ദിവസം നമ്മൾ ഇതിലാരും കാണുന്നു. അതിനുള്ള ഇടയ്ക്കിടയ്ക്ക് ഇപ്പം പറയും, നമ്മളെന്ന് പറഞ്ഞ പോലെ നമ്മളെ സമയത്ത് നിർത്താണ്ട് പോയതുകൊണ്ട് നമുക്ക് ഇതിലെത്താൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ എടുത്ത് തളർന്നു പോകാണ്ട് മുന്നോട്ട് പോകുന്നത് തന്നെയാണ്. എല്ലാവരുടെ പറയണം, ആരും തളർന്നു പോറ്, എല്ലാവരും മുന്നോട്ട് തന്നെ പോകണം. ഒരു നാൾ നമ്മളെ ദിവസം വരും, നമുക്ക് എല്ലാവർക്കും കയറി വരാൻ പറ്റും. എല്ലാവരും കയറി വരാൻ പറ്റട്ടെ. അടുത്ത 100 മില്യൺ എൻ്റെ അടുത്ത ശിഷ്യൻ അല്ലെങ്കിൽ ഒരാളും കൂടി അത് അച്ചീവ് ചെയ്യാൻ വേണ്ടി എത്തട്ടെ. പിന്നെ നിങ്ങൾ പറയുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ കേട്ടാ. അപ്പോൾ ഒക്കെ പറയുന്ന പല കാര്യങ്ങളും പിന്നെ നമ്മൾ അത് എനിക്ക് തോന്നിയ 1-2 കാര്യങ്ങളാണ് ഞാൻ ഇതിനകത്ത് പാലിച്ചിട്ടുള്ളത്. ആ കാര്യങ്ങൾ പലരും ചിലപ്പോൾ കേട്ടിട്ട് ചിലപ്പോൾ വിട്ടുകളായിരിക്കും. നമ്മൾ നിരന്തരമായിട്ട് നമ്മുടെ സ്വപ്നത്തിലുള്ള വീഡിയോകൾ നമ്മൾ ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടത്. നിരന്തരമായിട്ട് നമ്മൾ അത് എന്താ പറയുക ക്വാണ്ടിറ്റിയിലും നമ്മൾ കോംപ്രമൈസ് ചെയ്യാണ്ട് ചെയ്തുകൊണ്ടിരിക്കുക. കൺസിസ്റ്റൻസിയാണ് കീപ്പ് ചെയ്യേണ്ടത്. അപ്പോൾ അത് ചെയ്യാൻ പറ്റട്ടെ. എൻ്റെ പുതിയ ടിപ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. ഞാനിപ്പോൾ ഓരോ പുതിയ സാധനം വരുമ്പോൾ വെയിറ്റ് ചെയ്യുന്നു. ഈ സമയത്ത് ഇങ്ങനെ മെസ്സേജിന് സന്തോഷം. നമ്മളെ ഷമീർക്കൻ്റെ എല്ലായിടത്തും എന്താ പറയുക എല്ലാ ആൾക്കാരുടെ അടുത്തും എൻ്റെ വിഹായും എല്ലായിടത്തും എൻ്റെ സ്നേഹാന്വേഷണങ്ങളും
എന്താ പറയുക അടുത്ത പ്ലേ ബട്ടൺ നാളെ എന്താ പറയുക ഇറങ്ങും കയറി വരട്ടെ. ഇതുപോലെ വരട്ടെ നല്ല പ്രാർത്ഥനയുണ്ടെന്നായിരിക്കണം. എല്ലാവർക്കും തുടർന്ന് വിജയിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാം. ഓക്കെ, ക്ലിയറൊക്കെ വിളിക്കട്ടാ. എനിക്ക് എന്നെ എടുക്കുന്ന നേരിട്ട് എനിക്ക് എന്തെങ്കിലും വർത്തമാനം കേൾക്കുന്നത് വേറൊരു ഇതാണ്. എന്താ പറയുക. ഓക്കെ ബ്രോ. പിന്നെ അയച്ചിട്ടുണ്ട് 2 കൂടി ഉണ്ട്. യൂട്യൂബിന്റെ പരിപാടി നടക്കുന്ന സമയത്ത് സമിറ്റിന്റെ പരിപാടിയാണ്. യൂട്യൂബിന്റെ നമുക്കൊന്ന് അമേരിക്കയിൽ നടത്തിയിട്ട് നെക്സ്റ്റ് ടൈം നടത്തുന്നത് ഇന്ത്യയിലാണ്. അപ്പോൾ ഇന്ത്യയിൽ ഇത്രയും ഒരുപാട് ക്രിയേറ്റേഴ്സ് വലിയ ടോപ്പിലെ ക്രിയേറ്റേഴ്സ് ഒക്കെ വന്നിട്ട് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് ഓരോരുത്തരും. എന്താ പറയുക യൂട്യൂബിനെ പറ്റി ഞാൻ ഇങ്ങനെ വിചാരിച്ചു കക്കലുണ്ടെങ്കിൽ കക്കൽ ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാൻ അത് ആ സമയം ഉപകരിക്കും ഞാൻ വിചാരിച്ചു. നമ്മുടെ നാട്ടിൽ എത്തിക്കാൻ പറ്റുമെന്ന്. എനിക്ക് ഭാഷ അറിയാൻ ഒരു വിഷമം തോന്നിയ കാര്യമാണ്. സന്തോഷം എന്ന് പറഞ്ഞാൽ ആ സിയെ കൊണ്ട് ഞാൻ മലയാളത്തിൽ സുഖമാണോ നമസ്കാരം കാര്യങ്ങൾ മലയാളത്തിൽ നമ്മൾ കുറേ ടോക്ക് ചെയ്തു. അത് തർജ്ജമ ചെയ്തു. എൻ്റെ ഭാഷ എൻ്റെ നാട്ടിലെ നമ്മളെ ഭാഷ മലയാളം നമുക്ക് അവരെ കേൾപ്പിക്കാൻ പറ്റി എന്നുള്ളത് അവർക്ക് അയാൾ പറയുന്നുണ്ടാവില്ല. ഈ ഭാഷ കേട്ടിട്ടുണ്ടാവില്ല. അപ്പോൾ നമുക്കത് കേൾപ്പിച്ചിട്ട് അയാളെ കഴിച്ചിട്ട് നമ്മുടെ ഭാഷ പറഞ്ഞു എനിക്ക് വലിയ സന്തോഷമാണ്. പക്ഷേ അതിൽ എനിക്ക് കുറേ ക്വസ്റ്റ്യൻസുകൾ എനിക്ക് ചോദിക്കാനുണ്ടായിരുന്നു. പക്ഷേ എനിക്കൊന്നും ചോദിക്കാൻ ഇംഗ്ലീഷ് അറിയാത്തോണ്ട് പറ്റാനായി. എനിക്ക് എങ്ങനെ ഉണ്ടെങ്കിൽ ശരിക്കും എന്നുള്ളത് ചോദിക്കാനും ഞാൻ വിചാരിച്ചു. എന്നാൽ ഞാൻ 2 ചോദിച്ചിട്ടുണ്ടായി. പിന്നെ ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് പുതിയ അറിവുകൾ യൂട്യൂബിൻ്റെ കുറേ കാര്യങ്ങൾ പുതിയ അപ്ഡേഷനുകൾ പുതിയ കുറേ എന്താ പറയുക നമുക്ക് ചാനൽ ഗ്രോത്ത് ചെയ്യുന്ന കാര്യങ്ങൾ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ അവർ പറയും ഷെയർ ഒക്കെ ചെയ്യുന്നുണ്ടായി. കുറേ എനിക്ക് മനസ്സിലായി, കുറേ എനിക്ക് മനസ്സിലായില്ല. പിന്നെ കുറേ അവർ എൻ്റെ അടുത്ത് ഇടയ്ക്ക് ഇൻ്റർവ്യൂവിന് അവർ ഇടയ്ക്ക് എന്നെ വിളിച്ചിട്ട് ഇൻ്റർവ്യൂ ചെയ്യുന്നതാണ്. ഇടയ്ക്ക് യൂട്യൂബിൽ ഇപ്പം കോൺടാക്ട് ചെയ്യുന്നുണ്ട്. ഡയറക്റ്റ് ഇങ്ങനെ കോൺടാക്ട് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ കുറേ കാര്യങ്ങൾ എനിക്കില്ലേ ഇങ്ങനെ അറിയണോ അത് മറ്റേ എന്താ പറയുക അവരെ അടുത്ത് വിളിച്ചിട്ട് ചോദിക്കൂ. അവർക്ക് തന്നെ അറിയില്ലല്ലോ ഇതിൻ്റെ പ്ലാൻ എന്താണ്. അപ്പോൾ എങ്ങനെയാണ് അങ്ങനെ അവരെ എന്താ പറയുക പറ്റിയിട്ടുള്ള എന്തെങ്കിലും പരിപാടി ഇപ്പം നമ്മളെ യൂട്യൂബിൻ്റെ ഇത് വന്നില്ലേ ഒരു പരിപാടി ഞാൻ യൂട്യൂബിൻ്റെ പ്രൊമോഷൻ ഞാൻ ചെയ്തിട്ടുണ്ട്. യൂട്യൂബിൻ്റെ തന്നെ പ്രൊമോഷൻ ചെയ്തിട്ടുണ്ടായി. യൂട്യൂബിൽ പൈസ സമ്പാദിക്കാനുള്ള ഒരു സംഭവം ചിലപ്പോൾ വീഡിയോ എടുക്കുന്നൊക്കെ വീഡിയോ കണ്ടിട്ടുണ്ടാവും. യൂട്യൂബിനോട് യൂട്യൂബിൻ്റെ ചെയ്ത വെച്ചിട്ട് നമ്മൾ ഞാനും ചട്ടമ്പീസിൽ ആനിയുണ്ട്. അപ്പോൾ അതിൽ അവർ ആദ്യം ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ടായി. അങ്ങനെ അതിൻ്റെ താഴെ എന്നാൽ അൽഗോരിതം ഒരിക്കലും ആർക്കും അറിയില്ലല്ലോ. അപ്പോൾ അത് എങ്ങനെയാണ് ഇത് വീഡിയോകൾ വ്യൂസുകൾ ഇങ്ങനെ കൂട്ടുന്ന ഷോർട്സ് കാര്യങ്ങളൊക്കെ അങ്ങനെ ചോദിച്ച് പറയുന്നുണ്ടായി. അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ എനിക്കും അതിന് ചെയ്ത ഐഡിയ ഉണ്ടായി. പക്ഷേ അതിൽ കൂടുതൽ കുറേ കാര്യങ്ങൾ ഉണ്ടായി. ഞാൻ ഒരു ദിവസം ഞാൻ ഷെയർ ചെയ്തില്ല അങ്ങനെ കുറേ പറഞ്ഞ കാര്യങ്ങളൊക്കെ. ഓക്കെ, ഓർമ്മ നേരം എനിക്ക് തോന്നി ഞാൻ കരുത്ത് പറഞ്ഞേട്ടാ. ഇതാ ഞാൻ കുറേ ചാനലിൽ ഇങ്ങനെ വീഡിയോ ഉണ്ട്. ഇക്കാൻ്റെ ചാനലിൽ ഒരു മോട്ടിവേഷൻ ആയിട്ടൊരു വീഡിയോ പ്രതീക്ഷിക്കുന്നു. ഇതൊക്കെ വളരെ സന്തോഷത്തിൽ പോയാലോ നമ്മളാളെന്ന്. അപ്പോൾ അതിൽ എനിക്ക് സന്തോഷമുണ്ട്. ഒരു ദിവസം കാണണം നിങ്ങളാ വീഡിയോയിൽ കാണിക്കണം എൻ്റെ വേറൊരു ആഗ്രഹമാണ്. ഓക്കെ ഇൻഷാ അല്ലാഹ് നേരിട്ട് കാണണം എന്നൊക്കെ ആഗ്രഹം ഒരുപാട് മുമ്പും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന് എത്രയും പെട്ടെന്ന് അതിനുള്ള സമയം ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓക്കെ ഇൻഷാ അല്ലാഹ്. പിന്നെ ഇതിൽ എനിക്ക് പറയാനുള്ളത് നമ്മുടെ കണ്ടൻറ്റ് ക്രിയേറ്റേഴ്സ് ആയിട്ടുള്ള ഫാമിലിയോടാണ്. നമുക്കൊരു മനസ്സിലൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നേടാൻ കഴിയും. നമ്മൾ ആഗ്രഹം നിർത്തിവെക്കാതെ മുന്നോട്ട് പോകുക. നമ്മൾ കൺസിസ്റ്റൻസി ആയിട്ട് വീഡിയോസ് ഇട്ടുകൊണ്ടേയിരിക്കുക. അതാണ് വിജയം. സാധാരണക്കാരിൽ നിന്നാണ് ഇത്രയും വലിയ ഇന്ത്യയിലെ ഏഷ്യയിൽ തന്നെ വലിയൊരു യൂട്യൂബറായി മാറിയിരിക്കുന്നത്. അപ്പോൾ അത് നിങ്ങളെല്ലാവരും ഉൾക്കൊള്ളുക. ഇദ്ദേഹത്തിൻ്റെ ആ ഒരു വർത്തമാനം അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യേണ്ട മുഖ്യ കാരണം നിങ്ങൾക്കൊരു മോട്ടിവേഷൻ കിട്ടാൻ യൂട്യൂബിൽ നിരന്തരം പ്രവർത്തിക്കാൻ നമ്മളെക്കൊണ്ട് സാധിക്കുമെന്നുള്ള ആ ഒരു ആകാംക്ഷ നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളുമായിട്ട് ഇത് ഷെയർ ചെയ്തത്. അദ്ദേഹത്തിൻ്റെ എഗ്രിയോടുകൂടി തന്നെ അദ്ദേഹത്തിൻ്റെ വോയിസ് എല്ലാവരും നമ്മുടെ ഫാമിലി എല്ലാവരും അറിയാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അതിൽ നമ്മുടെ ഫാമിലി അറിയിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ വാക്കാലെ നമ്മൾ ഫാമിലി അറിയട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഈ വോയിസ് ഓവർ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. ഓക്കെ, ഈ വീഡിയോ ഉപകാരമായാൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളാണെങ്കിൽ തീർച്ചയായിട്ടും ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള യൂട്യൂബ് ടിപ്സുമായി വരുന്നവരെല്ലാവർക്കും ജയ് ഹിന്ദ്.